നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രിസഭാ രൂപീകരണ വകുപ്പ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ വൈകിട്ടോടെ പട്ടിക ഗവർണർക്ക് കൈമാറും. മുസ്ലിം ലീഗിന് 4 മന്ത്രിസ്ഥാനവും കമ്മീഷൻ ചെയർമാൻ സ്ഥാനവും. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകും. സ്പീക്കർ പദവിയിൽ അതൃപ്തിയുമായി തിരുവഞ്ചൂർ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിപുലമായ ഒരുക്കങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയാകുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, തമിഴ്നാട്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള VVIPകൾ ചടങ്ങിൽ പങ്കെടുക്കും. 15,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഇടപ്പഴമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരക്ക് നിയന്ത്രിക്കാൻ വിവിധയിടങ്ങളിൽ ബിഗ് സ്ക്രീനുകൾ സ്ഥാപിക്കും. രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ക്ലെമിസ് ബാവയെ സന്ദർശിച്ച നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പട്ടം ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. എല്ലാ സമൂഹങ്ങളെയും മാനിക്കുന്ന ഭരണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ക്ലെമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു. വികസനമുണ്ടാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ആശംസകൾ നേർന്ന ശിവഗിരി മഠം. ശിവഗിരി മഠവുമായി അടുത്ത ബന്ധമുള്ള 9 പേരാണ് നിയമസഭയിൽ എത്തിയിട്ടുള്ളതെന്നും അതിൽ 6 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിഗണിക്കുമെന്ന ഉറപ്പാണ് VD സതീശൻ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് വേണമെന്നും സ്വാമിജി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലിലാണ് രൂക്ഷ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നും UDF അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി. യോഗനാഥം എഡിറ്റോറിയലിലെ ലീഗിനെതിരായ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ G. സുധാകരൻ. വെള്ളാപ്പള്ളി നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു. നാളെ എന്താണെന്ന് ആർക്കറിയാമെന്നും അദ്ദേഹം ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം അയ്യപ്പ സംഗമം കാരണമായി. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു നടത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടെന്തെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ ചോദ്യമുയർത്തി. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെയെന്നും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണെന്നും വിമർശനം. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാകുമെന്നും ആക്ഷേപം. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുൻപ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്ത് എത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. അതത് കാലങ്ങളിലെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന അത്യാധുനിക ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസമായി. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശി വിജയനും കുടുംബവുമാണ് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യ താമസക്കാർ. ഈ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ വീടുകളിൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലെ നോ ഗോ സോൺ മേഖലയിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ഉരുൾപൊട്ടൽ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ജോലിക്ക് കയറിയ ശേഷമാണ് ശക്തമായ മഴയുണ്ടാകുന്നതെങ്കിൽ അതത് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകണമെന്നും ജില്ലയിൽ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ നോ ഗോ സോൺ മേഖലയിൽ റിസോർട്ട്, ഹോം സ്റ്റേ, സാഹസിക ടൂറിസം എന്നിവ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു.